വട്ടപ്പാറ പോലീസ് സ്റ്റേഷന് മുന്നിലെ എംസി റോഡിലാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്കും കോട്ടയത്തേക്കും നെടുമങ്ങാട്ടേക്കുമുള്ള 3 റോഡുകളിൽ നിന്നും ഈ വളവിൽ ഒരേ സമയം വാഹനങ്ങൾ എത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇതെല്ലാം തങ്ങളുടെ കൺമുന്നിൽ കണ്ടിട്ടും പോലീസ് ഏമാമാർക്ക് ഒരു കുലുക്കവുമില്ല. മുമ്പ് നിരവധി അപകടങ്ങൾ പതിവായപ്പോൾ ഒരു സിഗ്നൽ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ വളരെ കുറച്ചു ദിവസം മാത്രം പ്രവർത്തിപ്പിച്ച് പിന്നീടത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. നിലവിൽ 5 വർഷത്തോളമായി ഇവിടെ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനരഹിതമാണ്. സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ഗതാഗത തടസ്സവും ഇവിടെ പതിവാണ്. നിരവധി അപകടങ്ങൾ നടന്നിട്ടും ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിക്കാൻ അധികാരികൾ ആരും ശ്രദ്ധ കാണിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷന്റെ മതിൽ ഉൾപ്പെടെ വാഹനങ്ങൾ ഇടിച്ചു നശിപ്പിച്ചിട്ടുണ്ട്. വളവിൽ അപകടങ്ങൾ പതിവായിരിക്കുന്നതിനാൽ ആദ്യമായി ഈ റൂട്ടിൽ വരുന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മതിലിടിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ വർഷം ഒരു ടാറ്റ സുമ പോലീസ് സ്റ്റേഷന്റെ മുന്നിലെ മതിൽ ഇടിച്ചു തകർത്തിരുന്നു. ഇപ്പോഴുള്ള മതിൽ പുതുക്കി നിർമ്മിച്ചതാണ്. അപകടങ്ങൾ നടന്ന വാഹനങ്ങൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ തന്നെ നിർത്തിയിടുമ്പോൾ വാഹനയാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ആരെങ്കിലും പരാതിപ്പെടുമ്പോൾ സ്റ്റേഷനുള്ളിലേക്ക് മാറ്റുകയാണ് പതിവ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ നോക്കുകുത്തിയായി സിഗ്നൽ ലൈറ്റ് നിന്നിട്ടും ഇത് തങ്ങളുടെ കണ്ണിൽ പെട്ടില്ല എന്ന രീതിയിലാണ് പോലീസ് അധികാരികളുടെ പ്രവർത്തനം. എന്നാൽ അപകടങ്ങൾ പതിയിരുന്നിട്ടും ഇവിടെ ട്രാഫിക് പോലീസുകാരനെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ അധികാരികൾ ആരും തയ്യാറാകുന്നില്ല. ഓട്ടോറിക്ഷക്കാർക്കാണ് ഇതിന്റെ ദുരിതം കൂടുതലായും അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും വാഹനമെടുക്കുമ്പോൾ സിഗ്നൽ ഇല്ലാത്തത് മൂലം ഏത് നിമിഷവും അപകടമുണ്ടാവുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഓട്ടോ ഡ്രൈവർമാർ തയ്യാറായില്ല. കാരണം ഓടിച്ചിട്ട് പിടിച്ച് പെറ്റിയടിക്കുന്ന ഈ സ്റ്റേഷനിലെ പോലീസ് ഏമാമാർ അവർക്കെതിരെ ബൈറ്റ് കൊടുത്താൽ പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഡ്രൈവർമാരെ വെച്ച് പൊറുപ്പിക്കില്ലത്രേ.